ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ ജോലി ഏതാണെന്നറിയോ? അത് കാർഷിക രംഗത്തെ ജോലി തന്നെയാണ്. നമുക്ക് ഏറ്റവും പുതിയ കണക്കുകൾ തെളിയിക്കുന്നത് എന്താണെന്നറിയോ? ഒരു മണിക്കൂറിൽ ഇന്ത്യയിൽ ഒരു കർഷകൻ വീതം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ്. അതിർത്തിയിൽ ശത്രുവിനെ നേരിടുന്ന പട്ടാളക്കാർക്ക് പോലും ഇത്രയും ഭയാനകമായ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. ബിക്കോസ് ഇന്ത്യയുടെ നട്ടെല്ല് കാർഷിക രംഗമാണ്. അതേ കർഷകർ തന്നെയാണ് ഇന്ത്യയിൽ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരളത്തിലെ കണ്ടീഷനൊക്കെ വളരെ ഭേദമാണ്. എന്നാലും നമ്മൾ കേരളത്തിലും കേൾക്കുന്നതാണ് കാർഷിക രംഗത്തിലുള്ള ആത്മഹത്യ. കാർഷിക രംഗത്തേക്ക് വരുന്നു, ഒരു കാലം തെറ്റി പെയ്യുന്ന കാലവർഷമോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസീസ് ഉണ്ടാവുന്ന മാറ്റമോ അല്ലെങ്കിൽ കടക്കിണിയോ ആകാം. ആ കർഷകൻ അവന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ല് തകർന്ന് നാറാണക്കല്ലെടുത്തിരിക്കുമ്പോൾ അവൻ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ല. അത്രയ്ക്കും എന്താ പറയുക, ഒരു ക്രൈസിസിലാണ് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടർ. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നബാർഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ നോക്കിക്കാണേണ്ടത്. PSC പരീക്ഷകൾക്ക് നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണിത്. പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ പരീക്ഷകൾ. ഫിനാൻഷ്യൽ സെക്ടറിനെ പറ്റി പഠിക്കുമ്പോഴും ബാങ്കുകളെ പറ്റി പഠിക്കുമ്പോഴും നബാർഡ് നമുക്ക് സ്ഥിരം ഒരു ചോദ്യമാണ്. ഈ ഒരു മേഖല നമുക്ക് അരച്ച് കലക്കി അങ്ങ് പഠിക്കാം. റാങ്ക് മേക്കിംഗ് ആയി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. കാര്യം, ഒരു കർഷകൻ അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവന് കൃത്യമായ ക്രെഡിറ്റ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ്. എന്താ ക്രെഡിറ്റ് ഫെസിലിറ്റി? ഒരു പൈസ ആവശ്യമുള്ള സമയത്ത്, ഇപ്പം ഒരു സാധാരണ ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ബാങ്കിൽ പോവാം, ബാങ്ക് അവന് ലോൺ കൊടുക്കും. പക്ഷെ കർഷകനെ സംബന്ധിച്ചോ, അവൻ താമസിക്കുന്ന ഗ്രാമത്ത് ഒരു നല്ല ബാങ്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇത്തരം ഫോർമൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് അവന് കിട്ടണമെന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? വട്ടിപ്പലിശയ്ക്ക് കടമെടുക്കും. ആ നാട്ടിലെ ബ്ലേഡ് മാഫിയയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിലെ ജന്മിമാരുടെ നിന്നോ കടമെടുക്കും. അത് ഭീകരമായ പലിശയ്ക്കായിരിക്കും കടമെടുക്കുക. ആ പലിശ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കടക്കണിൽ പെട്ടായിരിക്കാം അവന്റെ ജീവിതം തകരുന്നത്. പക്ഷേ നബാർഡ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ അതിനുള്ള ഒരു ആന്റിഡോട്ടാണ്. ഇന്ത്യയിലെ കാർഷിക രംഗത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാങ്കിങ് പ്രസ്ഥാനമാണിത്. നമുക്കിതിന്റെ റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു പോവാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് വളരെ റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയതാണ്. നബാർഡിന്റെ വെബ്സൈറ്റിൽ നിന്നും മുൻകാല വർഷ PSC ചോദ്യങ്ങളിൽ നിന്നും UPSC മെറ്റീരിയൽസിൽ നിന്നൊക്കെയുള്ള പോയിന്റ്സ് ഇതിനകത്തുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് PDF നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡെയിലി അവിടുത്തെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ അഫോർഡബിൾ കോഴ്സസ് നിങ്ങൾക്ക് അവിടെ ധാരാളം ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതായത് നബാർഡ്. ഇതിനെപ്പറ്റി ഏറ്റവും ബേസിക് ഫാക്ടേഴ്സ് പഠിച്ചു തുടങ്ങിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പഠിക്കാം. എന്താ നബാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്, അല്ലെ? ദേശീയ തലത്തിൽ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടൊരു ബാങ്കാണത്. ബിക്കോസ് സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബാങ്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഗ്രാമപ്രദേശത്തോ ബാങ്കുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടൊരു പ്രസ്ഥാനമാണ്. ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട വർഷങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. സ്ഥിരമായി PSC ചോദിക്കുന്ന വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡേറ്റ് ആണ്. അത് 1982 ജൂലൈ 12 ആണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളിനകത്ത് മറ്റ് ചില ഫാക്റ്റുകളും കൂടെ ചോദിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബാർഡ് ഈ ഒരു ഓർഗനൈസേഷൻ ക്രാഫിക്കാർഡ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഒരു അസോസിയേഷൻ ഓർഗനൈസേഷൻ സൃഷ്ടിക്കപ്പെട്ടത്. ഈ കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ചോദിക്കാം. അത് 1979 1979 B ശിവരാമൻ എന്ന് പറയുന്ന പഴയ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിന് പ്ലാനിംഗ് കമ്മീഷൻ മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിൽ സ്ഥാപിതമായ ക്രാഫിക്കാർഡ് എന്ന് പറഞ്ഞ ഈ കമ്മിറ്റിയാണ് നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് വേണം എന്നൊരു റെക്കമെൻഡേഷൻ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ 2 വർഷങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു. അങ്ങനെ റെക്കമെൻഡേഷൻ 1979 ഉള്ള ആ കമ്മിറ്റി പുറപ്പെടുവിക്കുന്നു. അങ്ങനെ 1981 പാർലമെന്റ് ആക്ട് പാസ്സാക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. കാര്യം, നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് നിലനിൽക്കുന്നത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ പിൻബലത്തിലാണ്, അല്ലെ?
നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ആക്ട്, നബാർഡ് ആക്ട് 1981. 2005 എന്താ അമെന്റ് ചെയ്തതാണ് എന്റെ ഓർമ്മ. ഇത് അത്ര ഡീപ്പായിട്ട് പോകേണ്ട, തലത്തിൽ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ ആക്ടിന്റെ പിൻബലത്തിലാണ് വന്നിട്ടുള്ളത്. സോ 1979 ബി ശിവരാമൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ട്രാഫിക് കാർഡ് എന്ത് ചെയ്യുന്നു, ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. 1981 അതിനുവേണ്ട നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിക്കപ്പെടുന്നു. ഈ ഒരു ടൈം ലൈൻ മനസ്സിലൊന്നിരിക്കണം. നമുക്കെല്ലാം അറിയാം, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ RBI അടക്കമുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയിലെ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ക്യാപിറ്റൽ എവിടെ? മുംബൈ ആണ്. കാര്യം ഇന്ത്യയുടെ തന്നെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുംബൈ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്തരം ബാങ്കുകളൊക്കെ മുംബൈ ബേസ്ഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇത്രയും ഫാക്ടറുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. PSC ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത് ബി ശിവരാമൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്, അത് നബാർഡുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അടുത്ത കാലത്ത് ട്രാഫിക് കാർഡ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചു തുടങ്ങി. ഇനി അതിന്റെ വർഷം ചോദിക്കാം, അല്ലെങ്കിൽ ഈ വർഷം ചോദിക്കാം. PSC മാറുന്നതനുസരിച്ച് നമ്മളങ്ങ് മാറിക്കണം. ഒരു മുഴ മുന്നേ എറിയ, അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വരുതിയിൽ വരുത്താവുന്നേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ് നബാർഡിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ടല്ലേ, ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമമേഖലയുടെ ഡെവലപ്മെന്റിനും കാർഷിക മേഖലയുടെ ഡെവലപ്മെന്റിനുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാം. അപ്പൊ നബാർഡ് ബാങ്ക് ആണുള്ളത്, ലോൺ കൊടുക്കുമല്ലോ. അപ്പൊ കാർഷിക മേഖലയ്ക്ക് മാത്രമേ ലോൺ കൊടുക്കത്തുള്ളൂ? അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഗ്രാമവികസനത്തിന്റെ ഒരു കമ്പോണന്റ് മാത്രമാണ് കാർഷിക മേഖല. കാർഷിക മേഖല അല്ലാത്ത മേഖലയും ഗ്രാമത്തിൽ കാണുമല്ലോ. ഇപ്പൊ ഗ്രാമത്തിൽ ഒരാള് ഒരു കൊല്ലപ്പണി നടത്തുന്നു അല്ലെ, ആർട്ടിസൻസ് ആണ്, ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസൻസ് ആണ്. അവരും ഗ്രാമത്തിന്റെ ഭാഗത്തുണ്ട്. അപ്പൊ അവർക്കുള്ള ലോൺ ഇവർ കൊടുക്കും. അപ്പൊ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നബാർഡിൽ നിന്ന് കിട്ടും. കാർഷിക മേഖലയ്ക്ക് മാത്രമേ ലോൺ കൊടുക്കൂ എന്ന് നിർബന്ധമൊന്നും ഇവിടെ ഇല്ല. അതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ നബാർഡിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അതിന്റെ വെബ്സൈറ്റിലൊക്കെ വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറെ പോയിന്റുകൾ അതിനോടൊപ്പം നമുക്ക് പഠിക്കാം. വെബ്സൈറ്റ്സിൽ നിന്നാണ് PSC ഇപ്പം ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ റാങ്ക് ഫയലിൽ മാത്രം നിങ്ങളുടെ പഠനം ചുരുക്കരുത്. റാങ്ക് ഫയൽ വേണ്ടെന്നല്ല പറയുന്നത്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുമ്പോൾ റാങ്ക് ഫയലിന് പുറത്ത് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റ എടുക്കുക. അപ്പൊ ആ രീതിയിൽ പഠിക്കാം. നബാർഡ് എനിക്ക് ഇപ്പം 10-30,000 കോടിയോളം നബാർഡിന് ഒരു ആസ്തി ഉണ്ട്. പക്ഷെ നബാർഡ് സ്ഥാപിക്കപ്പെട്ട സമയത്ത് പാർലമെന്റ് ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്ടിൽ പറയുന്നത് 100 കോടി രൂപയാണ് നബാർഡിന്റെ ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത്. മൂലധനം ഇതിൽ 50% RBIയും 50% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിരുന്നു ഓൺ ചെയ്തിരുന്നത്. അപ്പൊ RBI ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമല്ലേ? അങ്ങനെ ഭാഗമല്ല കേട്ടോ. അതുകൊണ്ട് പിന്നൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം കോടതികൾ ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം പോലെയാണത്. അപ്പം ഇത് നമുക്ക് പിന്നെ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ തൽക്കാലം അറിഞ്ഞിരിക്കുക. RBIയുടെ ഓപ്പറേഷൻസ് ഗവൺമെന്റിൽ നിന്നും കുറെയൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓർഗനൈസേഷൻ തുടക്കകാലത്ത് 50% ഷെയർ RBIയുടെയിലും 50% ഷെയർ ഗവൺമെന്റിന്റെ കയ്യിലായത്. ആ സമയത്താണ് നരസിംഹ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി വരുന്നത്. നമുക്ക് ഇതും സ്ഥിരമായി PSC ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, സാമ്പത്തിക മേഖലയിലുള്ള പരിഷ്കാരങ്ങളെ പറ്റി പഠിക്കാൻ വന്ന കമ്മീഷൻ ആര്? അത് നരസിംഹ കമ്മിറ്റി 1 ഉണ്ട്, നരസിംഹ കമ്മിറ്റി 2 ഉണ്ട് അല്ലെ. ഇന്ത്യയിലെ സാമ്പത്തിക മേഖല എങ്ങനെയൊക്കെയാണ് മാറ്റേണ്ടത്, അവിടെ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നാണ് ഇവര് പഠിച്ചത്. അപ്പൊ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത പരിഷ്കാരമാണ് നബാർഡ്. നബാർഡ് ഇപ്പൊ നിലവിൽ 50-50 ആണല്ലോ. 50% RBIയുടെ കയ്യില്, 50% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യില്. ഇവര് പറഞ്ഞൊരു റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നബാർഡ് ഇനി മുതൽ ഫുള്ളി ഗവൺമെന്റ് ഓൺഡ് കമ്പനി ആയിരിക്കണം. 100% ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി ആയിരിക്കണം എന്ന് ഇവർ റെക്കമെൻഡേഷൻ നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ RBI അവരുടെ ഷെയർ ഡിസിൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഗവൺമെന്റിന് വിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബാർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം 100% ഗവൺമെന്റ് ഓൺഡ് ആണ്, ഫുള്ളി ഗവൺമെന്റ് ഓൺഡ് ആണ്. ഓക്കെ, ഇത് നരസിംഹ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 കമ്മിറ്റി ഇതുവരെ പഠിച്ചു. ശിവരാമൻ കമ്മിറ്റി പഠിച്ചു, നരസിംഹ കമ്മിറ്റിയും പഠിച്ചു അല്ലെ. ഇപ്പൊ രണ്ടും ശിവരാമൻ കമ്മിറ്റി, നരസിംഹ കമ്മിറ്റി രണ്ടും ഫിനാൻഷ്യൽ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. നബാർഡുമായിട്ടുള്ളതിന്റെ ബന്ധം നമ്മൾ പഠിച്ചു. ഇപ്പോൾ അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമവികസനത്തിന് വേണ്ടി ഫണ്ട് ഒക്കെ കൊടുക്കുന്ന ഒരു അപ്പെക്സ്, ഏറ്റവും ഉന്നത തലത്തിലുള്ള ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ RBI ആയിരുന്നു.
പക്ഷെ RBIക്ക് ഇഷ്ടം പോലെ പണി വേറെ ഇല്ല. എന്നാലോചിച്ച് നോട്ട് അച്ചടിച്ചിറക്കണം, നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മാനേജ് ചെയ്യണം, കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ സെൻട്രൽ ബാങ്കിന് RBIക്ക് ഗ്രാമവികസനത്തിലും കൂടെ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമയം കാണുമോ? ഇല്ല. അതുകൊണ്ട് RBI അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഗ്രാമവികസനം അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് പരിപ്രേക്ഷ്യത്തിലുള്ള കാര്യങ്ങൾ മൊത്തം ഇനി മുതൽ ചെയ്യുന്ന ആരാന്നറിയോ? നബാർഡാണ്. അതുപോലെ നബാർഡ് ഇന്ന് ഈ കാർഷിക മേഖല അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൂട്ടത്തിൽ കാർഷിക മേഖലയിൽ എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പെക്സ് മീൻസ് ഏറ്റവും ടോപ്പ് ലെവൽ, എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നബാർഡ് തന്നെയാണ് കേട്ടോ. നബാർഡ് തന്നെയാണ്. പണ്ട് RBI ചെയ്തുകൊണ്ടിരുന്ന ഗ്രാമവികസനത്തിന് വേണ്ടി RBI ചെയ്തുകൊണ്ടിരുന്ന പണികളെല്ലാം ഇന്ന് ചെയ്യുന്നത് നബാർഡാണ് എന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെയാണ് നബാർഡ് അതിന്റെ പണ്ട് RBI ആയിരുന്നു എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ RBI അതിൽ നിന്ന് ഒഴിഞ്ഞു, ഇപ്പൊ നബാർഡാണ് ഈ പണിയൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോഴും നബാർഡിന്റെ ബോർഡിൽ RBI 3 ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. RBIയുടെ ഒരു കൺട്രോൾ ഇപ്പോഴും നബാർഡിന്റെ മുകളിൽ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. നബാർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനീസ് ആക്ട് ഒക്കെ ഉണ്ട്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ഭരിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലെ. അപ്പം അവര് വോട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് പല തീരുമാനങ്ങൾ എടുക്കുക. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ RBIയുടെ 3 ഡയറക്ടേഴ്സ് അതിലുണ്ട്. അപ്പൊ RBIയുടെ ഒരു പിടി ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ടുകൾ നിങ്ങളൊന്ന് നോക്കിയേ. ഈ പേജിലെ ഫാക്ടുകൾ ഒന്ന് വായിച്ചു നോക്കുക. പോസ് ചെയ്യുക, വായിച്ചു നോക്കുക. ഈ പേജും നിങ്ങളൊന്ന് പോസ് ചെയ്തതിനു ശേഷം വായിച്ചു നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ബിക്കോസ് നമ്മൾ ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ കുറച്ച് റാങ്ക് മേക്കിംഗ് നിലവാരത്തിലുള്ളതാണ്. യെസ്, ഇനി RBI പണ്ട് ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പം ഗ്രാമവികസനത്തിന് വേണ്ടി നബാർഡ് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നബാർഡ് മറ്റ് ബാങ്കുകൾക്ക്, ഇപ്പൊ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്, പല പല ബാങ്കുകൾ ഇന്ത്യയിലുണ്ടല്ലോ. അത്തരം ബാങ്കുകൾക്ക് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ പ്ലാൻസ് കൊടുക്കും. ഗ്രാമവികസനത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാൻസ്. നബാർഡാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും ആ ഡിസ്ട്രിക്റ്റിലെ ക്രെഡിറ്റ് പ്ലാൻ മീൻസ് കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാൻസ് ആണ്. ആ ഡിസ്ട്രിക്റ്റിലെ കാർഷിക മേഖല എങ്ങനെയൊക്കെ ഉയർത്താം എന്നുള്ള ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാൻസ് തയ്യാറാക്കുന്നത്. ഇത് മറ്റ് ബാങ്കുകൾക്ക് ഒരു ഗൈഡൻസ് ആണ്. യെസ്, ഇത് നോക്കി അവർക്കും കാര്യങ്ങൾ ചെയ്യാം. മറ്റ് ബാങ്കുകളെ മോട്ടിവേറ്റ് ചെയ്യാനും മറ്റ് ബാങ്കുകളെ കാർഷിക മേഖലയെ കൂടുതൽ ഇൻവോൾവ് ചെയ്യും. എല്ലാവർക്കും പ്രയോറിറ്റി സെക്ടർ ലിങ്ക്, അതായത് പ്രയോറിറ്റി സെക്ടർ മീൻസ് കാർഷിക മേഖല പോലുള്ള സെക്ടേഴ്സ് ആണ് പ്രയോറിറ്റി സെക്ടേഴ്സ്. അവിടെ ലാഭം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് പ്രയോറിറ്റി സെക്ടേഴ്സിൽ കടം കൊടുക്കാൻ മടിയുണ്ട്. കാരണം അവർക്ക് ലാഭം കൂട്ടണമല്ലോ. പക്ഷെ അവർക്കൊക്കെ ക്രെഡിറ്റ് കൊടുത്തില്ലെങ്കിൽ ഇന്ത്യ തന്നെ തകർന്നു പോകും. നമുക്ക് ആഹാരം കഴിക്കേണ്ടേ മനുഷ്യന്മാർക്ക്, അതിന് കർഷകരുണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. പണ്ട് ഏതോ കവി പാടിയത്, പാലിന്റെ പാദം പണിയുന്നവരാണ് കർഷകർ എന്നൊക്കെ പാടിയത് പോലെ നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാലുകൾ ഈ പറഞ്ഞതുപോലെ കർഷകർ തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാൻസ് തയ്യാറാക്കും. അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സിനെയും മറ്റ് ബാങ്കുകളെയൊക്കെ ഇത് നബാർഡ് സൂപ്പർവൈസ് ചെയ്യും. ഇവര് കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ. അവിടെ എല്ലാ ഡിസ്ട്രിക്റ്റും കോപ്പറേറ്റീവ് ബാങ്കുകളാണല്ലോ. കോപ്പറേറ്റീവ് ബാങ്ക്സിന് കാര്യം നമുക്കറിയാം. അവര് പല ബാങ്കുകളും ഇപ്പോൾ പൊളിയുന്നതിന്റെ വക്കത്താണ്. എന്താണ് റീസൺ? കൃത്യമായിട്ടുള്ള സൂപ്പർവിഷനും ഗൈഡൻസ് ഒന്നും ഇല്ല. കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത് തന്നെ ഗ്രാമവികസനത്തിന് അതുപോലുള്ള കാര്യങ്ങൾ കാണാം. പക്ഷെ പല സ്ഥലത്തും പല പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവരൊക്കെ സൂപ്പർവൈസ് ചെയ്യാനും നബാർഡിന് പവർ ഉണ്ടെന്നുള്ളത് ഇറങ്ങിയിരിക്കാം. പതുക്കെ ഈ ബാങ്കുകളെ മുഴുവൻ കോർ ബാങ്കിങ് സൊല്യൂഷൻസിലേക്ക് കൊണ്ടുവരിക. ഇത് നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ചോദ്യമാണ്. എന്താണ് കോർ ബാങ്കിങ് സൊല്യൂഷൻസ്? പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ബ്രാഞ്ചിന്റെ കസ്റ്റമർ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ യൂണിയൻ ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് എടുക്കുന്നു. നിങ്ങളുടെ സ്ഥലത്തെ ബ്രാഞ്ചിലായിരിക്കും നിങ്ങൾക്ക് അതിന്റെ അക്കൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആ ബ്രാഞ്ചിൽ പോകണം. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ഇന്ത്യയിൽ ഏത് യൂണിയൻ ബാങ്കിൽ പോയാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫെസിലിറ്റി കിട്ടും. ബിക്കോസ് കോർ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബാങ്കിലെ കസ്റ്റമർ ആണ്, ബ്രാഞ്ചിന്റെ കസ്റ്റമർ അല്ല, ബാങ്കിന്റെ കസ്റ്റമർ ആണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ എറണാകുളത്തായിരിക്കും നിങ്ങളുടെ ഹോം ബ്രാഞ്ച്. പക്ഷെ നിങ്ങൾക്ക് എവിടെ പോയാൽ ആ ഒരു ഇപ്പൊ HDFC ബാങ്ക് നിങ്ങൾ എറണാകുളത്ത് ഒരു വൈറ്റിലയിലുള്ള ബ്രാഞ്ചിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്തു. പക്ഷെ കോർ ബാങ്കിങ് സൊല്യൂഷൻ അണ്ടറിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏത് HDFC ബാങ്ക്, ഇന്ത്യയിലാണ് പ്രധാനമായിട്ടും പറയാം, HDFC ബാങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും കിട്ടും. അതാണ് കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സിവിൽ സർവീസിന് വന്നിട്ടുള്ളതാണ്. കേരള PSCയുടെ സിലബസിലുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഭാവിയിൽ വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ,
അപ്പൊ ഈ കോർ ബാങ്കിങ് സൊല്യൂഷൻസിലേക്ക് ബാങ്കുകളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ RBI ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും സ്കീമുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ നബാർഡും ഇൻവോൾവ് ആവാറുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, പല സ്കീമുകളിലും നബാർഡിന്റെ പാർട്ണറാണ്. ഇപ്പം പല സ്കീമുകൾ നബാർഡ് ഓരോ സ്കീംസ് കാണും. ഇപ്പൊ ഇറിഗേഷന്റെ ഒക്കെ പല കൃഷി സിഞ്ചായി യോജനയിലൊക്കെ നബാർഡിന്റെ ഇൻവോൾവ്മെന്റ് വളരെ അധികമാണ്. അതുപോലെ തന്നെ കരകൗശല വിദഗ്ധന്മാർ, ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസൻസിനൊക്കെ നബാർഡ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു പൈസ മാത്രം അല്ലെങ്കിൽ ലോൺ മാത്രം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല, ഒരു 360 ലെവലിൽ അവർ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നബാർഡ് അല്ലെ? നബാർഡ് റെക്കമെൻഡ്സ് RBI on issue on licensed cooperative banks. യെസ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെ, സഹകരണ സംഘങ്ങൾ ധാരാളമുണ്ട്. പുതിയൊരു സഹകരണ സംഘം സ്ഥാപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ അവർ പുതിയ സ്ഥലത്ത് ബ്രാഞ്ചുകൾ തുടങ്ങുമ്പോഴോ ഒക്കെ നബാർഡിന്റെ റെക്കമെൻഡേഷൻ RBI ചോദിക്കും. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സഹകരണ സംഘം XYZ എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്ക്, ഇവർ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് പാവപ്പെട്ട ആൾക്കാരെ സെർവ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇവര് ബ്രാഞ്ചുകൾ തുടങ്ങേണ്ടത് അത്തരത്തിലുള്ള ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്താണ്, മനസ്സിലായില്ലേ? പക്ഷെ ഇവര് പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നടുക്ക് പോയി ഒരു ബ്രാഞ്ച് സ്ഥാപിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇവർക്ക് പാവപ്പെട്ടവരെ സെർവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇതിന് കുറെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് പുതിയ ബ്രാഞ്ചുകൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അത് ഗൈഡ് ലൈൻസ് അനുസരിച്ചാണോ എന്ന് നോക്കി RBIക്ക് അവർക്ക് ലൈസൻസ് കൊടുക്കണോ വേണ്ടെന്ന് റെക്കമെൻഡേഷൻ കൊടുക്കുന്ന നബാർഡാണ്. വെരി പവർഫുൾ ഓർഗനൈസേഷൻ അല്ലെ? നബാർഡിനൊക്കെ ധാരാളം ഫണ്ടുകളുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സൂപ്പർവൈസറി ലെവൽ. ഇതാണ് നമുക്കിനി സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുള്ളത്. നബാർഡ് കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകൾ ഏതൊക്കെ എന്നുള്ള രീതിയിലായിരിക്കും. ഇവിടെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, ഇത് ഓർത്തിരിക്കണം. ഇത് ഇത്രയും ഡീപ്പായിട്ട് പഠിക്കണോ എന്നായിരിക്കും നിങ്ങൾ കൺഫ്യൂഷൻ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരുന്ന അറിയോ? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഈസ് റിലേറ്റഡ് ടു RBI എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരിക. പക്ഷെ അത് നബാർഡുമായി അസോസിയേറ്റഡ് ആണെന്ന് മാത്രം പഠിച്ചിരുന്നാൽ മതി. മനസ്സിലായല്ലോ? ഇത് ആരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? നബാർഡാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാർഷിക മേഖല അടക്കമുള്ള പ്രയോറിറ്റി സെക്ടേഴ്സിൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പൈസ ഇറക്കത്തില്ല. കാര്യം അവർക്ക് ലാഭം വേണം. ലാഭമുള്ള സ്ഥലത്ത് ഇറക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പൈസ ഇറക്കത്തില്ല. അവർ ഷെയർ കുറവായിരിക്കും അവരുടെ. അത്തരം മേഖലയിൽ ഫണ്ട് കുറവുള്ള മേഖലയിൽ കൂടുതൽ ഫണ്ട് ഇറക്കാനാണ് അവർ RIDF സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ലോങ് ടേം ഇറിഗേഷൻ ഫണ്ട്. ഇറിഗേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജലസേചനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഫണ്ടാണ് ഇറിഗേഷൻ ഫെസിലിറ്റിക്ക്. നബാർഡിന്റെ തന്നെ സ്റ്റഡി ഉണ്ട് കേട്ടോ. അതായത് വാട്ടർഷെഡ് മാനേജ്മെന്റ് ഒക്കെ അടിപൊളിയായി നടത്തിയിട്ടുള്ള സ്ഥലത്ത് കർഷകരുടെ ആത്മഹത്യ കുറവായിരിക്കണം. പല സ്ഥലത്തും കർഷകർ ആത്മഹത്യയിലേക്ക് പോകുന്നതിന്റെ മെയിൻ റീസൺ അവിടെ വെള്ളം കിട്ടാനില്ല. കൃഷി നടത്താൻ വെള്ളം കിട്ടത്തില്ല. മഹാരാഷ്ട്രയിലൊക്കെ പല സ്ഥലത്തും സംഭവിക്കുന്നതാണ്. വെള്ളമില്ല, അവിടെ വെള്ളമില്ല. അങ്ങനെയാണ് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇറിഗേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഫണ്ട്, വെയർഹൗസ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഡെവലപ്മെന്റ് ഫണ്ട് PODF, ഇതൊക്കെ നബാർഡിന്റെ സ്വന്തം ഫണ്ടുകളാണ്. നബാർഡുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സ്കീംസ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. കുറേ സ്കീംസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കത്തി നിൽക്കുന്ന സ്കീംസ് ഇതൊക്കെയാണ്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ജസ്റ്റ് PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇനി നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ് എനിക്ക് തരാനുള്ളത്. നിലവിലെ നബാർഡിന്റെ ചെയർമാൻ ആരാണെന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ആരാണ് നബാർഡ് ചെയർമാൻ? അത് നമുക്ക് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതിനോടൊപ്പം ഈ ടൈപ്പ് റാങ്ക് മേക്കിംഗ് ഫാക്ടുകളും പഠിക്കുക. ബിക്കോസ് ബേസിക് ഫാക്ടുകൾ എല്ലാവരും പഠിച്ചാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. ചോദ്യം വന്നാൽ എല്ലാവരും അതിന് ഉത്തരം എഴുതുകയും ചെയ്യും. പക്ഷെ നമുക്ക് ടോപ്പ് റാങ്ക് അടിക്കണമെങ്കിൽ മറ്റാൾക്കാർക്ക് കിട്ടാത്ത പോയിന്റുകൾ നമുക്ക് കിട്ടണം. അതിന് കുറച്ച് ആഴത്തിൽ ഇറങ്ങിയുള്ള പഠനമാണ് വേണ്ടത്. കുറച്ച് കഷ്ടപ്പെടണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഒക്കെ വരാൻ പോവാണ്. അത് ഈസി ആണെങ്കിൽ എല്ലാവരും പോയി എഴുതി ക്രാക്ക് ചെയ്തേനല്ലോ. ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ അത് കുറച്ച് ആൾക്കാർ മാത്രം ട്രൈ ചെയ്യുകയും കുറച്ച് ആൾക്കാർ മാത്രം പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷെ വൺസ് റാങ്ക് ലിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിട്ട ഹാർഡ് വർക്ക് എല്ലാം വർത്തിട്ടാണല്ലോ. അതിൽ IAS വരെ ആവാൻ സാധ്യതയുള്ള അടിപൊളി പോസ്റ്റുകളാണ് ഇതെല്ലാം. ഇപ്പം കുറച്ച് ആഴത്തിൽ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. പ്രൊമോഷൻ സ്പെഷ്യൽ സെക്രട്ടറി വരെയൊക്കെ ആവാലോ. അടിപൊളി സ്കോപ്പാണ് നിങ്ങൾക്ക് വരുന്നത്. SI ആയിട്ട് കയറി കഴിഞ്ഞാൽ IPS വരെ കൺഫർ ചെയ്ത് കിട്ടും. അവസരങ്ങൾ പാഴാക്കരുത്.
അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു അഫോർഡബിൾ കോഴ്സ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ലെവലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഈ നമ്പറിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ്, കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പുതിയ പാറ്റേണിലുള്ള ക്ലാസ്സസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുക കേട്ടോ. മെന്റർഷിപ്പ് സപ്പോർട്ടും വീക്ക്ലി മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ.